ഫൗണ്ടേഷൻ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ഓഫീസ് ബിയറേഴ്സ് ആണ്. ഞാൻ സുധാകർ ശശികുമാർ, ഇത് പത്മജ വേണുഗോപാൽ, മഞ്ജുള ബാലചന്ദ്രൻ, ഇന്ദിര മുകുന്ദൻ, ജലജ വിശ്വനാഥ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നാദബ്രഹ്മം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഞങ്ങൾ കൾച്ചറൽ പ്രോഗ്രാംസ് നടത്തുന്നതിന്റെ കൂടെ എപ്പോഴും ഞങ്ങൾ ഒരു ചാരിറ്റിയിലും മിനിമം നടത്തിയിരിക്കും. ഇപ്രാവശ്യം നമ്മളിപ്പോൾ പോയിരിക്കുന്നത് ഞങ്ങളുടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ചാരിറ്റിയെ പറ്റി സംസാരിക്കാനാണ്. ഈ അന്താരാഷ്ട്ര മാതൃദിനത്തോടനുബന്ധിച്ച് തൃശ്ശൂർ നാദബ്രഹ്മം ഫൗണ്ടേഷൻ അവരുടെ മാതൃവന്ദനം, മാതൃകാ ചിന്തനം, ആദരണ സംഗീത സന്ധ്യ മെയ് 10 4 മണിക്ക് ടൗൺ ഹാളിൽ നടത്തുന്നതാണ്. ഈ ചടങ്ങിൽ നാദബ്രഹ്മം വിശ്രാം ബ്രദേഴ്സ് പ്രഥമ മാതൃവന്ദനം പുരസ്കാരം നൽകുന്നത് വനവൽക്കരണത്തിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയും രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ച ശ്രീമതി കൊല്ലക്കൽ ദേവയാനിക്കായിരിക്കും. ഇതുകൂടാതെ നാദബ്രഹ്മത്തിന്റെ 2ാമത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പ്രമുഖ നർത്തകി ക്ഷേമാവതി ടീച്ചർക്കായിരിക്കും. അവരും ഒരു പത്മശ്രീയാണ്. 2012 അവർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. നാദബ്രഹ്മം ഫൗണ്ടേഷൻ ഈ വർഷം 38ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി മാതൃദിനത്തിൽ 38 അംഗങ്ങളെ ആദരവ് നൽകിയിരിക്കും. ആദരണ ചടങ്ങിന് ശേഷം അമ്മമാരെയും അച്ഛന്മാരെയും കുറിച്ചുള്ള ഗാനങ്ങൾ കോർത്തിണക്കി ഒരു ഗാനസന്ധ്യ ശ്രീ എം വി സോമശേഖർ പ്രസിഡന്റ് നാദബ്രഹ്മം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്നതായിരിക്കും. ഇനി എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പത്മശ്രീ കൊല്ലയ്ക്കൽ തമ്പുരാനും ദേവികയമ്മ. ദേവികയമ്മയെ പറ്റി പറയുകയാണെങ്കിൽ സ്വന്തം മുറ്റത്ത് ഒരു തൈ നട്ട് വളർത്തി 4.5 ഏക്കറോളം സ്ഥലത്ത് വ്യാപിപ്പിച്ച് 3000-ഓളം സസ്യജാലങ്ങൾ നട്ടു വളർത്തി വനസംരക്ഷണം എന്ന സോഷ്യൽ സർവീസിനാണ് ഭാരതം പത്മശ്രീ നൽകി ആദരിച്ചത്. ഈ 92ാമത്തെ വയസ്സിലും ഇത്രയും നല്ലൊരു സോഷ്യൽ സർവീസിന് മുൻകൈയെടുത്ത പത്മശ്രീ ദേവികയമ്മയ്ക്ക് വനമിത്ര അവാർഡ്, നാരീശക്തി പുരസ്കാർ, അങ്ങനെ പല പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അൺസങ് ഹീറോസ് എന്ന വിഭാഗത്തിലാണ് ദേവികയമ്മയ്ക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. കാടുകെട്ട മുത്തശ്ശി എന്ന പേരിൽ അറിയപ്പെടുന്നു. നാദബ്രഹ്മത്തിന്റെ പ്രഥമ മാതൃവന്ദനം അവാർഡ്. ഓക്കെ, വിശ്രാം ബിൽഡേഴ്സ് വിശ്രാം സഹകരണത്തോടു കൂടി നാദബ്രഹ്മം വിശ്രാം മാതൃവന്ദനം അവാർഡ്, നാദബ്രഹ്മത്തിന്റെ പ്രഥമ മാതൃവന്ദനം അവാർഡാണത്. അത് നമ്മൾ ദേവികയമ്മയ്ക്ക് നൽകി നമ്മൾ ആദരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് നാദബ്രഹ്മത്തിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ഇത് സെക്കൻഡ് ടൈമാണ് നമ്മൾ നൽകുന്നത്. ലാസ്റ്റ് ടൈം നമ്മൾ ഫസ്റ്റ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി നമ്മൾ നാദബ്രഹ്മത്തിന്റെ പേരില്. ഈ പ്രാവശ്യം നമ്മൾ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർക്കാണ് നൽകുന്നത്. പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ മോഹിനിയാട്ടത്തിലെ പ്രശസ്ത നർത്തകിയും തൃശ്ശൂരിലെ അഭിമാനവുമായ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ 2011 പത്മശ്രീ ഭാരതം പത്മശ്രീ നൽകി ആദരിച്ചത്. അതുകൂടാതെ 1975 ഭരതനാട്യത്തിലും കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ 1998 മോഹിനിയാട്ടത്തിന് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡും കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർക്ക് ലഭിച്ചു. And we are very happy to get her for this second lifetime achievement award of നാദബ്രഹ്മം. അടുത്തത് പ്രധാനമായി 38 അമ്മമാരെ നമ്മൾ ആദരിക്കുന്നത്. ഈ 38 അമ്മമാരെ നമ്മൾ പൊന്നാട അണിയിച്ച് ആദരിച്ച് ദക്ഷിണ നൽകി ഓണപ്പുടവ നൽകി അതുകൂടാതെ ഇൻഷുറൻസ് സപ്പോർട്ട്
ഇൻഷുറൻസ് സപ്പോർട്ട്, അതുകൂടാതെ ദൃശ്യത്തിന്റെ സഹകരണത്തോടുകൂടി കാറ്ററാക്ടിന് 50% ഡിസ്കൗണ്ട്, അതുകൂടാതെ മരുന്ന്, കണ്ണട എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡിസ്കൗണ്ട്, ഇതെല്ലാം നൽകിയിട്ടാണ് നമ്മൾ അവരെ സഹായിക്കുന്നത്. ഇതിനു പുറമെ ദയ ഹോസ്പിറ്റലുമായി സഹകരിച്ച് അവർക്കുള്ള ചികിത്സയ്ക്ക് വരുന്ന എന്തെങ്കിലും ചികിത്സ വന്നാൽ അതിന് വരുന്ന സഹായത്തില്, അതിന് വരുന്ന അമൗണ്ടില് ഒരു സർട്ടൻ പെർസെന്റേജ് അവർക്ക് ഡിസ്കൗണ്ട്. ഇത്രയും എല്ലാമാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നത്. ഇനി ഇതിൽ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട്. ഈ അമ്മമാരെ 38 അമ്മമാരെ നമ്മൾ സെലക്ട് ചെയ്തതിലും ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട്. ഓക്കെ, അതിന് മുമ്പ് പറയാനുള്ളത് എന്തുകൊണ്ട് നമ്മൾ 38 അമ്മമാരാക്കി. 1988 തുടങ്ങിയതാണ് നാദബ്രഹ്മം. സ്വാമി ചിന്മയാനന്ദജിയുടെ പേഴ്സണൽ നിർദ്ദേശപ്രകാരം നമ്മുടെ ഫൗണ്ടർ പ്രസിഡന്റ് ശ്രീ എം ടി സോമശേഖരന് നിർദ്ദേശിച്ച പ്രകാരമാണ് നാദബ്രഹ്മം തുടങ്ങിയത്. നാദബ്രഹ്മം പേര് നിർദ്ദേശിച്ചതും അദ്ദേഹം. ഇത്രയും കൊല്ലത്തെ നാദബ്രഹ്മത്തിന്റെ യാത്ര 38 വർഷത്തിലെത്തി നിൽക്കുമ്പോൾ അതിന്റെ സൂചകമാണ് നമ്മൾ ഇപ്പോ 38 അമ്മമാരെ ആദരിക്കുന്നത്. ഈ 38 അമ്മമാരെ സെലക്ഷൻ ചെയ്യുന്നതിന്റെ ക്രൈറ്റീരിയ അത് വളരെ ഇമ്പോർട്ടന്റ്. അത് ഇനി നമുക്ക് വൺ ഓഫ് ദ ട്രസ്റ്റീസ് മഞ്ജുള ബാലചന്ദ്രൻ പറയും. ഞങ്ങൾ ഈ 38 അമ്മമാരെ സെലക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ട്രസ്റ്റീസും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ചേർന്ന് ഒരു ക്രൈറ്റീരിയ, സെലക്ഷൻ ക്രൈറ്റീരിയ, പിന്നെ ഒരു ചെക്ക് ലിസ്റ്റ് ഫോം ചെയ്തു. അത് സെലക്ഷൻ ക്രൈറ്റീരിയ മെമ്പേഴ്സ് പോയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. മറ്റേ ചെക്ക് ലിസ്റ്റ് പറയുമ്പോൾ അത് അവർ വെരിഫൈ ചെയ്യാം ഈ അമ്മമാരൊക്കെ അതിന് സൂട്ടബിൾ ആണോ എന്ന് വെച്ചിട്ട്. അപ്പൊ ഞങ്ങൾ ട്രസ്റ്റീസ് ഒരു 5 ഗ്രൂപ്പായിട്ട് ഫോമാണ്. ട്രസ്റ്റീസ് 8 ട്രസ്റ്റീസ് 5 ഗ്രൂപ്പായിട്ട്, 5 ട്രസ്റ്റീസ് ഈക്വലായിട്ട് 8 ഗ്രൂപ്പിൽ നമ്മൾ പോയി ഒരു മറ്റേ കൗൺസിലേഴ്സ് എടുത്തപ്പോയിട്ട് അപ്രോച്ച് ചെയ്തു. അപ്പൊ കൗൺസിലേഴ്സ് അവര് ഒരു 15-20 ആൾക്കാർക്ക് നമുക്ക് ലിസ്റ്റ് തന്നു. ആ ലിസ്റ്റിൽ നമ്മൾ 5 ആൾ നമ്മുടെ ട്രസ്റ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് 5 ആൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ കൗൺസിലേഴ്സ് നമ്മളെ കൂടെ വന്നു. ഓരോ ഏരിയ സെലക്ട് ചെയ്തിട്ട് അവിടെ പോയി കൗൺസിലേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ട് ആ കൗൺസിലേഴ്സ് നമ്മളെ കൂടെ വന്ന് നമ്മൾ സെലക്ട് ചെയ്തു. 5 അമ്മമാർ, ഓരോരുത്തരും 5 അമ്മമാരെ നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെ 38 അമ്മമാരെ നമ്മൾ സെലക്ട് ചെയ്തത്. അത് ഈ ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ 60 ദിവസം അന്ത്യോദയ കാറ്റഗറിയിൽ പെട്ട അമ്മമാരെയാണ് നമ്മൾ കൂടുതൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. എന്നിട്ട് നമ്മുടെ മേയർ നിജി ജസ്റ്റിനാണ് ഇതിന്റെ ചീഫ് ഗസ്റ്റ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു തൃശ്ശൂരിൽ ഇങ്ങനെ മദേഴ്സ് ഡേ സെലിബ്രേഷൻ, അത് 38 അമ്മമാരെ വിളിച്ചിട്ട് ഇങ്ങനെ ആദരിക്കുന്നതും ഇവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ഫസ്റ്റ് ടൈം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഞങ്ങളെ എൻകറേജ് ചെയ്യും എന്ന് വിശ്വസിച്ചോടെ. എന്തെങ്കിലും തുകയുണ്ട്. നമ്മൾ കൊടുക്കുന്ന ദക്ഷിണ ഒരു 1000 മീതെ ഉണ്ടായിരിക്കും. നമ്മള് പൊന്നാട അണിയിച്ച് അവർക്ക് നമ്മള് ഇത് കൊടുക്കുന്നില്ല, ആദരവ് പൊന്നാട അണിയിച്ച് ആദരിച്ചിട്ട് നമുക്ക് അവർക്കൊരു ഓണപ്പട കൊടുക്കുന്നില്ല. അത് കൂടാതെ ക്യാഷ് കൊടുക്കുന്നുണ്ട്. ക്യാഷ് പിന്നെ പറഞ്ഞില്ലേ കണ്ണിന്റെ, ഹെൽത്തിന്റെ, പിന്നെ ആക്സിഡന്റ് ഇൻഷുറൻസ്. ഇല്ല ഇല്ല, അവർക്കൊന്നും അതിന്റെ ആവശ്യമില്ല. അതിനൊന്നും അത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്താ പ്ലാൻ ചെയ്യുന്നത്, ബിക്കോസ് അവർ സ്റ്റേഷൻ ആണല്ലേ, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം അതിഥികൾക്ക് നമ്മൾ ഒരു ചെറിയ പോട്ടഡ് പ്ലാന്റ് കൊടുക്കാറുണ്ട്. അങ്ങനെ അവരിൽ നിന്ന് നമ്മൾ പഠിച്ച് അവർക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കണം എന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് ഞങ്ങൾ ചെയ്യാനാണ്, അത് ചെയ്യുന്നതായിരിക്കും. അവരിലാണ് മറ്റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ്. ക്യാഷ് ഒന്നുമില്ല, ക്യാഷ്. ഇതിന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാല്, ഇന്നത്തെ കാലത്ത് അമ്മമാരെ, അച്ഛന്മാരെ, മാതാപിതാക്കളെ വൃദ്ധസദനത്തിലൊക്കെ ആക്കിയിട്ടുള്ള കൾച്ചറാണ് നമ്മളിപ്പോ കാണുന്നത്. അതുകൂടാതെ ഇത്രയും ഹസ്ബൻഡിന്റെയോ കുട്ടികളുടെയോ സപ്പോർട്ട് ഇല്ലാതെ വരുന്ന അമ്മമാർ, അന്നത്തെ ജീവിതമാർഗം കണ്ടെത്തി ജീവിക്കുന്ന അമ്മമാരെയാണ് നമ്മൾ
ഇപ്പൊ ആദരിക്കുന്നത്. ഈ 38 അമ്മമാരിൽ അവരെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അമ്മമാരെ ആദരിച്ച് അവര് കുട്ടിക്കാലത്ത് നമ്മുടെ അമ്മമാര് നമുക്ക് എന്ത് കെയർ ആൻഡ് കൺസേൺ തന്നുവോ അത് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. എന്താണ് ഈ മദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു വിഷിങ്ങല്ലേ ഉള്ളൂ, ഹാപ്പി മദേഴ്സ് ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവര് പാവപ്പെട്ടവർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും അങ്ങനെ ആരും വിഷ് ചെയ്യാൻ, ചില അമ്മമാർ അങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു അങ്ങനെ ചെറിയൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാനാണ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. നമ്മളുടെ ചെറുതായിട്ടൊരു എക്സാമ്പിൾ, നമ്മുടെ വലിയ ആൾക്കാരൊന്നുമില്ല, ചെറിയ നമ്മളെ കഴിയുന്ന ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യണം, അതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്.